അങ്ങനെ കാത്തിരുന്ന പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ. ശഅബാൻ പൂർത്തീകരിച്ച് ഇന്നത്തെ പിറ കാണുന്നതോടുകൂടെ പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലേ. മർഹബൻ യാ ശഹ്റ റമദാൻ മർഹബൻ ശഹ്റൽ ഇബാദ മർഹബൻ യാ ശഹ്റ റമദാൻ മർഹബൻ ശഹ്റ സഅദ. വിജയത്തിൻ്റെ മാസം, ആരാധനകളുടെ മാസം. അൽഹംദുലില്ലാഹ്, വല്ലാത്തൊരു അനുഭൂതിയാണ് റമദാൻ കിട്ടുമ്പോൾ ഈമാനുള്ളവർക്ക്. വേറൊന്നും ചെയ്തില്ലെങ്കിലും, അതായത് വേറെ ദിക്റുകളും വേറൊന്നും നിങ്ങൾ ചൊല്ലിയില്ലെങ്കിലും ഇന്നത്തെ രാത്രി ഈ ഒരൊറ്റ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ, ഒരൊറ്റ ദിക്ർ, അതിൻ്റെ എണ്ണമൊന്നുമില്ല, നിങ്ങൾക്കിഷ്ടമുള്ളത്ര ഞാൻ ഈ പറയുന്ന ബോധ്യത്തിൽ ചൊല്ലിയാൽ അത്ഭുതം നടക്കും. നിങ്ങൾ ചോദിക്കുന്നത് അല്ലാഹ് തരും. നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നിടത്ത് നിൽക്കും. നിങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല നിങ്ങളുടെ മക്കളെ, അല്ലാഹ് കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ നിർത്തിത്തരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാഹ് തരും. നിങ്ങളുടെ മനസ്സിലെ വ്യതകൾ അല്ലാഹ് തീർക്കും. കച്ചവടത്തിൽ ലാഭം തരും. ദാരിദ്ര്യം മാറ്റും. സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ പടച്ചോൻ തരും. ഏതാണ് ദിക്റെന്ന് പഠിക്കണ്ടേ? മാത്രമല്ല ഈ മാസം 11,000 രൂപ ലഭിച്ചത് ആർക്കാന്ന് നമുക്കറിയണ്ടേ? ഒരു മാസം കഴിഞ്ഞില്ലേ. പിന്നെ പരിശുദ്ധ റമദാനിൽ നമ്മൾ സമ്മാനമായി നൽകുന്നത് 33,333 രൂപയാണ്. റമദാനാകുമ്പോൾ ഇരട്ടി വേണ്ടേ അല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ 2 മാസം 11,000 രൂപ നൽകി. ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി എഴുതുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സമ്മാനമായി ഹൈറായ നിലക്ക് ഒരാൾക്ക് ലഭിക്കുന്നത് 33,333 രൂപയാണ്. അള്ളാഹു അത് അർഹരിലേക്ക് എത്തിക്കട്ടെ. ചോദ്യമൊക്കെ പിന്നാലെ വരുന്നുണ്ട്. ഏതായാലും ഇത് കേട്ട് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വീഡിയോ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ റമദാനിലെ ആദ്യത്തെ രാവ് കൊണ്ട് നമുക്ക് ദുനിയാവും കിട്ടണം, ആഖിറവും കിട്ടണം, എല്ലാം കിട്ടണം. അള്ളാഹു തരും. അതിന് മാത്രം ഏറ്റവും മഹത്വം നിറഞ്ഞൊരു ദിക്റാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ദിക്റിൻ്റെ വമ്പൻ 21 മഹത്വങ്ങളുണ്ട്. വമ്പൻ മഹത്വങ്ങളാണ്. 21 മഹത്വങ്ങൾ ആദ്യം നമുക്ക് പറഞ്ഞാലോ? എന്നിട്ട് ആ ദിക്ർ ഏതാണെന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ദിക്റിനോടൊരു താല്പര്യം കൂടും. അതായത് ചിലപ്പോൾ നമ്മൾ ഈ ദിക്ർ കേൾക്കുമ്പോൾ ഇതെനിക്കറിയാവുന്ന ദിക്റാണല്ലോ എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ശൈത്വാൻ ഇട്ട് തരും. പക്ഷേ ഞാൻ ഈ പറയുന്ന ബോധ്യത്തിൽ ചൊല്ലിയാലേ നിങ്ങൾക്ക് ഫലം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫലം കിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഫലവും നിങ്ങൾക്ക് കിട്ടില്ല. ജീവിതം മാറ്റിമറിക്കാൻ ഈ ഒരൊറ്റ ദിക്ർ മതി. അപ്പോൾ ഇന്ന് പരിശുദ്ധമായ റമദാനിലെ രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ധാരാളം അള്ളാൻ്റെ കാരുണ്യം ഇങ്ങനെ ചോദിക്കണം. കാരുണ്യത്തിൻ്റെ പത്തല്ലേ, ധാരാളം ചോദിക്കണം. അതുപോലെ തന്നെ ഈ ദിക്ർ ഒന്ന് കൊണ്ടുവരണം. ഈ ദിക്റിൻ്റെ ചില മഹത്വങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഈ ദിക്ർ സ്വർഗത്തിലെ നിധിയാണ്. ഈ ദിക്ർ സ്വർഗത്തിലെ നിധിയാണ്, വേറെ എവിടത്തെ നിധിയല്ല. സ്വർഗത്തിലെ നിധി നിങ്ങൾക്ക് വേണോ? ഈ ദിക്റാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത, കാന ദവാഅൻ മിൻ 99 ദാഅ. ഹബീബായ തങ്ങൾ 99 രോഗങ്ങൾക്ക് ഇത് ശിഫയാണ്. ക്യാൻസർ ആകട്ടെ, ട്യൂമറാകട്ടെ, 99 തരം രോഗങ്ങൾക്ക് ഈ ദിക്ർ ശിഫയാണെന്നേ. ഈ ദിക്ർ ചൊല്ലിയിട്ടും നിങ്ങളുടെ രോഗം മാറുന്നില്ലേ? അപ്പോൾ നിങ്ങൾ ചൊല്ലുന്ന കോലം ശരിയല്ല. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ചൊല്ലി നോക്കും, നിങ്ങളുടെ രോഗത്തിനുള്ള ശമനം തരും. മൂന്നാമത്തേത്, ടെൻഷൻ മാറ്റും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആ 99 ഏറ്റവും ചെറുത് നിങ്ങളുടെ ടെൻഷനാണ്. ആ ടെൻഷൻ അല്ലാഹ് മാറ്റിത്തരും. ഈ ദിക്ർ ചൊല്ലിയാൽ ടെൻഷൻ മാറുന്നേ. നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കണേ? മക്കളില്ലാത്തതുകൊണ്ടാണോ? ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് അറ്റാക്ക് വന്നത് ആണുങ്ങൾക്കാണ്. മനസ്സിലായോ? പെണ്ണുങ്ങൾക്ക് അറ്റാക്ക് ഇച്ചിരി കുറവാണ്. ടെൻഷൻ അടിച്ച് ജീവിതം തകർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വീടില്ലാത്തതിൻ്റെ പേരിൽ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ. എടോ, നിങ്ങളുടെ ടെൻഷൻ എന്താണെങ്കിലും, കടത്തിൻ്റെ പേരിലാണെങ്കിൽ ടെൻഷൻ എന്തായിക്കോട്ടെ, അള്ളാഹു നീക്കിത്തരും. നാലാമത്തേത്, ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ. അതായത് നിങ്ങളുടെ റിസ്ക് ചുരുങ്ങില്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണം നിങ്ങൾക്ക്, അത് ചുരുങ്ങിപ്പോവില്ല. കടം മുഴുവൻ അള്ളാഹ് വീട്ടിത്തരാൻ ഈ ദിക്ർ മതി എന്നാണ്. അഞ്ചാമത്തേത്, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഇതിങ്ങനെ ചൊല്ലി ഇങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ നിങ്ങൾ ഒരു നല്ല സ്വപ്നം കണ്ടു. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സ്വപ്നം നടത്തി തരും.
എങ്ങനെ കിടക്കാൻ നേരത്തെ ഇതിങ്ങനെ ചൊല്ലി 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 നിങ്ങൾ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിങ്ങൾ നല്ലൊരു സ്വപ്നം കണ്ടു, ഇപ്പോൾ കഅബാലയത്തിൽ നിൽക്കുന്നത് കണ്ടു, അള്ളാഹ് അത് നടത്തിത്തരും. നിങ്ങളുടെ കല്യാണം നടക്കണ കണ്ടു, അള്ളാഹ് നടത്തിത്തരും. വീട് നിർമ്മാണം കണ്ടു, അള്ളാഹ് നടത്തിത്തരും. എടോ അത്ര അത്ഭുതം നിറഞ്ഞ ദിക്റാണിത്. അപ്പോൾ ആ ദിക്ർ ഏതാന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. 6-മത്തേത്, നിങ്ങൾ മുസ്തജാബു ദഅവയായിത്തീരും. ഈ ദിക്ർ പതിവാക്കി പതിവാക്കി നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ ആരായിത്തീരും എന്നറിയോ? നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള നാവുള്ള മനുഷ്യന്മാരായിട്ട് മാറും. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ആളുകളായിട്ട് മാറണമെങ്കിൽ ഈ ദിക്ർ പതിവാക്കിക്കോ. 7-മത്തേത്, ഹുസ്നുൽ ഖാത്തിമ ലഭിക്കും. നല്ല മരണം. മരിക്കുന്ന സമയത്ത് അല്ലേ നമുക്കിനി ചിരിച്ച് മരിക്കണം. ജീവിക്കുമ്പോൾ ചിരിച്ചാൽ പോരടോ, മരിക്കാൻ നേരത്ത് ചിരിക്കണ്ടേ? ആ ചിരി വേണമെങ്കിൽ ഈ ദിക്ർ പതിവാക്കിക്കോ. 8-മത്തേത്, ചെറുപാപങ്ങൾ മുഴുവൻ അള്ളാഹ് പുറത്തരും. ഒരുപാട് ചെറിയ പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ആ ചെറുപാപങ്ങൾ അള്ളാഹു പൊറുക്കാൻ ഈ ദിക്ർ കാരണമാണ്. 9-മത്തേത്, നമ്മളിപ്പോൾ വീട്ടിൽ നിന്നൊരു കാര്യത്തിന് പുറത്തു പോകാൻ, ജോലിക്ക് പോവുക, പള്ളിയിൽ പോവുക, ഇൻ്റർവ്യൂവിന് പോവുക, വാട്ടവർ, തിരിച്ചു വരുന്നത് വരെ അപകടത്തിൽ നിന്ന് പടച്ചോ നിങ്ങൾക്ക് കാവൽ തരും. അത് ഞാൻ ഈ പറയുന്ന ബോധ്യത്തിൽ ചൊല്ലണം. ഓക്കെ. 10-മത്തേത്, നരകമോചനം. ദുനിയാവിലെ നരകം അത് ടെൻഷനാണ്. ആഖിറത്തിൽ കത്തിയിരിക്കുന്ന നരകം വേറെ ഉണ്ട്. ഈ 2 നരകത്തിൽ നിന്നും കാവൽ ലഭിക്കാൻ ഈ ദിക്ർ പതിവാക്കിയാൽ മതി. 11-മത്തേത്, മീസാൻ എന്ന തുലാസിലുള്ള ഭാരം കൂട്ടും. നമ്മൾ ഈ കുറച്ച് ഇബാദത്തല്ലേ ചെയ്യാനുള്ളൂ, അത് തന്നെ ന്യൂനതകൾ ഏറെയാണ്, അതിനെന്തൊട്ട് ഭാരം കിട്ടാനാ. പക്ഷേ ഈ ദിക്ർ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളുടെ തുലാസിൽ അള്ളാഹു ഭാരം കൂട്ടുമത്രേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 12-മത്തേത്, അർശിൻ്റെ തണൽ കിട്ടും. അർശിൻ്റെ തണൽ കിട്ടുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അവിടെ ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം കിട്ടിയ മുത്തു മുഅ്മിനീങ്ങളായിട്ട് നമുക്ക് അവിടെ ഒരുമിച്ച് കൂടാൻ പറ്റും ഇല്ലേ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഉമ്മ തിരിഞ്ഞു നോക്കൂല. ഒരു ജാൺ മുകളിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സമയത്ത് ഉമ്മ തിരിഞ്ഞു നോക്കൂലടോ. ഉമ്മാക്ക് മക്കളെ വേണ്ട, മക്കൾക്ക് ഉമ്മാനെയും വാപ്പാനെയും വേണ്ട. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അർശിൻ്റെ തണലല്ലാതെ ഒരു തണലില്ല. ആ തണൽ നമുക്ക് കിട്ടും. ഈ ദിക്ർ ചൊല്ലിയാൽ മതി. 13-മത്തേത്, അനുഗ്രഹങ്ങൾ നിലനിൽക്കാനാണ്. വീടുണ്ട്, വാഹനമുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. ഇത് നിലനിൽക്കണം, ഇത് തകർന്നു പോകരുത്. ഈ ദിക്ർ കൊണ്ട് അത് സാധിക്കും. ഇനി 14-മത്തേത്, അനുഗ്രഹങ്ങൾ ഇരട്ടിയാകാൻ, വർദ്ധിക്കാൻ. ഇപ്പോൾ ചെറിയൊരു വീടുണ്ട് അൽഹംദുലില്ലാ, പക്ഷേ ഒരു അതിഥി വന്നാൽ സൗകര്യമൊന്നുമില്ല. ഈ ദിക്ർ പതിവാക്കിക്കോ, അള്ളാഹു വലിയ വീട് തരും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണുള്ളത് അത് അധികമാകാൻ ഈ ദിക്ർ കൊണ്ട് കാരണമാകും. ഇനി 15-മത്തേത്, കണ്ണേറ്, സിഹിർ, നാവേറ്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഷർറുകളും എന്തൊക്കെ പൈശാചികതകളുണ്ടോ ഈ ദിക്ർ കൊണ്ട് അതൊക്കെ ബാത്തിലാവും. 16-മത്തേത്, ഇത് പതിവാക്കുന്ന മനുഷ്യരിലേക്ക് അള്ളാഹു ഹഫലത്തിൻ്റെ മലക്കുകളെ ഏൽപ്പിച്ചു കൊടുക്കും. നിങ്ങൾ VIP ആയി, പിന്നെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ട് മലക്കുകൾ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉണ്ടാവും. കാവൽ മാലാകമാർ, കാവലിൻ്റെ മലക്കുകളുണ്ടാവും. 17-മത്തേത്, ഈ ദിക്ർ ഒരാൾ ചൊല്ലുന്നതോ അല്ലെങ്കിൽ എഴുതുന്നതോ ഒക്കെ ആയിട്ട് സ്വപ്നം കണ്ടാൽ അയാൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ സ്വപ്നം കാണുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡെയിലി ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്ന എന്താണോ അതാണ് കൂടുതൽ നമ്മൾ സ്വപ്നത്തിൽ കാണാം. അപ്പോൾ ഈ ദിക്ർ ധാരാളം പതിവാക്കിയാൽ സ്വപ്നത്തിൽ ഇത് എഴുതുന്നതായിട്ടോ ചൊല്ലുന്നതൊക്കെ ആയിട്ട് കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താ, നമുക്ക് സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് തരുമെന്നാണ്, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. 18-മത്തേത്, നമ്മുടെ ഖബറിൽ നല്ലൊരു കൂട്ടുകാരനാണ് അല്ലേ? ഖബറിൻ്റെ അകത്ത് നല്ലൊരു കൂട്ടുകാരൻ, 6 അടി മണ്ണിൽ ഇരുട്ടറയിൽ ആരും തുണയില്ലാത്ത സമയത്ത് നമുക്ക് കൂട്ടുകാരനായിട്ട് ഈ ദിക്ർ വരും. 19-മത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധത്തിലേക്ക് പോണ വഴിയിൽ സ്വഹാബത്ത് പറയുന്നുണ്ടല്ലോ, പട്ടിണിയാണ് അവർ. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ, നബിയെ ഞങ്ങൾക്ക് ആകെ ഈ പൊട്ടിപ്പൊളിഞ്ഞ കുറച്ച് വാളുകളേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ, പക്ഷേ മനസ്സിൻ്റെ അകത്ത് വല്ലാത്തൊരായുധമുണ്ട്, അത് ഈ ദിക്റാണ്. ഈ ദിക്റിൻ്റെ ബലത്തിലാണ് ബദർ യുദ്ധം ജയിച്ചത്. അല്ലാഹ്, ആ ദിക്ർ നമുക്ക് പഠിക്കാം. 20-മത്തേത്, എക്സാം കാലഘട്ടമാണ്. കുട്ടികളൊക്കെ എക്സാമിന് പോകുന്നു, ഇൻ്റർവ്യൂവിന് പോകുന്നു, പലരും ജോലിക്ക് പോകുന്നു. അതായത് പ്രയാസമുള്ള ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും 5 വക്ത് നിസ്കാരത്തിന് ശേഷം 11 തവണ ഈ ദിക്ർ ചൊല്ലിയാൽ ആ പ്രയാസങ്ങൾ എന്താണെങ്കിലും അത് നീക്കിത്തരും. 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഈ ദിക്ർ 11 തവണ ചൊല്ലണം. ഇനി 21-മത്തേത്, നമുക്ക് മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ ഉള്ള മക്കൾ സ്വാലിഹ്യങ്ങളാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ ദിക്ർ പതിവാക്കിക്കോ, അള്ളാഹു അത് ഏറ്റെടുക്കും. അപ്പോൾ ഏതാണ് ആ ദിക്ർ എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ എങ്ങനെ ചൊല്ലേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. ഏതാണ് ആ ദിക്ർ? ചൊല്ലിലാ ഹൗല, ജീവിതമെപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ട, തെറ്റിപ്പോകരുതേ അലസതയാലൊഴിക്കരുതേ. ചൊല്ലിലാ ഹൗല, ജീവിതമെപ്പോഴും സ്റ്റൈല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതാണ് ആ ദിക്ർ. എടാ നമ്മളിത് ചൊല്ലാണ് അല്ലേ സഹോദരങ്ങൾ, നമ്മളിത് ചൊല്ലുന്നുണ്ട്, എന്നിട്ടൊന്നും നടക്കണില്ലല്ലോ ഉസ്താദേ എന്നാണ്. നമ്മൾ ചൊല്ലുന്നതിൻ്റെ കോലം അങ്ങനെ ആയതുകൊണ്ടാണ്.
എന്താണ് ആ ദിക്റിൽ പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പടച്ചോനെ, കഴിവുള്ളവൻ നീ മാത്രമാണ്, എനിക്കൊരു കഴിവില്ല എന്നുള്ള ബോധ്യത്തിൽ ചൊല്ലണം. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി ഓടി വരുന്നുണ്ട്, ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഈ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ മകനുണ്ട് നാഫി റളിയല്ലാഹു അൻഹു. ഈ നാഫി റളിയല്ലാഹു അൻഹുവിനെ ജൂതന്മാർ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ രാത്രി സമയത്ത് ആകെ പേടിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഓടി വരുന്നത് മുത്തുനബിയുടെ അടുക്കലേക്കാണ്. നബി, എൻ്റെ മോനെ അവർ തട്ടിക്കൊണ്ടുപോയി, ആകെയുള്ളൊരു ഒരു കുട്ടിയാണ് നബി, ആകെയുള്ളൊരു മകനാണ് നബി, വല്ലാത്ത പ്രയാസത്തിലാണ്. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ചൊല്ലിക്കോ, ഹൗക്കലത്ത് ചൊല്ലിക്കോ. മുത്തുനബി ഇജാസത്ത് കൊടുക്കാൻ വേറൊന്നും ചെയ്തില്ല, അങ്ങോട്ട് ചൊല്ലിക്കോന്നാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വഹാബത്തല്ല, അവരാ ബോധ്യത്തിലാണ് ചൊല്ലുക. അങ്ങനെ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവും ഭാര്യയും വീട്ടിൽ വന്നിട്ട് ഈ ദിക്ർ ഇങ്ങനെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഞങ്ങൾക്ക് കഴിയൂല പടച്ചോനെ അവനെ മോചിപ്പിക്കാൻ, നിന്നെക്കൊണ്ട് പറ്റുള്ളൂ അല്ലാ, അവർക്കും ആ ജൂതന്മാർക്കും പറ്റൂല അവനെ പിടിച്ചു വെക്കാൻ, നിനക്കേ പറ്റുള്ളൂ അല്ലാ, എല്ലാം പടച്ചോനിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ ജൂതന്മാരുടെ തമ്മിലൊരു സംഗതി സംഭവിക്കാൻ, ജൂതന്മാർക്ക് ഇങ്ങനെ കള്ളു കുടിച്ച് കിടക്കുമ്പോൾ നാഫി റളിയല്ലാഹു അൻഹു പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് കള്ളു കുടിച്ച് അബോധാവസ്ഥയിലിരിക്കുന്ന അവന്മാരെയൊക്കെ ഇടിച്ചങ്ങ് നിരപ്പാക്കി കളഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് തിരിച്ചു പോരാൻ നേരത്താണ് മനസ്സിലൊരു കാര്യം തോന്നുന്നത്. അവിടെ ആട്ടിൻ പറ്റങ്ങളുണ്ട്, ഒട്ടകക്കൂട്ടങ്ങളുണ്ട്, 4000 ആടുണ്ട്, 100 ഒട്ടകമുണ്ട്. ഇതിനെയൊക്കെ തളിച്ചുകൊണ്ട് നാഫി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇറങ്ങി. നേരം വെളുക്കാറായപ്പോൾ ഉണ്ട് ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ വീടിൻ്റെ വാതിക്കൽ 2-3 മുട്ട് കേൾക്കുക. തുറന്നു നോക്കുമ്പോൾ പടച്ചോനെ, ഇന്നലെ ജൂതന്മാർ തട്ടിക്കൊണ്ടുപോയി ഞങ്ങളുടെ പൊന്നുമോൻ, അല്ലാ, അതാരാ? നാഫി റളിയല്ലാഹു അൻഹു ആണ്. ഞങ്ങളുടെ പൊന്നുമോൻ മുമ്പിൽ നിൽക്കുന്നു. പക്ഷേ ബാക്കിലേക്ക് നോക്കുമ്പോൾ എന്താണ്? മദീനയുടെ തെരുവ് മുഴുവൻ ആടുകളാണ്, ഒട്ടകങ്ങളാണ്. 4000 ആടും 100 ഒട്ടകങ്ങളും. അത്ര പാവപ്പെട്ട ദരിദ്രന്മാരിൽ അങ്ങേയറ്റം ദരിദ്രനായ മനുഷ്യനായിരുന്നു. ഒറ്റ രാത്രിയിലാണ് കോടീശ്വരനായത്. ഇത് കണ്ടിട്ട് പേടിച്ചു ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നേരെ ഓടുകയാണ് റസൂലുള്ളാഹിൻ്റെ ഹദ്റത്തിലേക്ക്. നബിയെ നാഫി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, അത് നാഫി അവരോട് യുദ്ധം ചെയ്ത് നേടിയ ഗനീമത്ത് സ്വത്താണ്, അത് നാഫിനുള്ളത് തന്നെയാണ്, അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഒരു മനുഷ്യനെ കോടീശ്വരനാക്കിയെന്ന് മാത്രമല്ല, ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചെടുത്തു. എന്ത് ദിക്ർ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളെ കൊണ്ടൊന്നിനും കഴിയില്ല, കഴിയുന്നവൻ നീ മാത്രമാണല്ലാ. ചില മഹാന്മാർ പറയാൻ, ഈ ദിക്റാണ് ഭക്ഷണത്തിൻ്റെ താക്കോൽ, ഭക്ഷണം മുട്ടൂല. ഈ ദിക്റാണ് രോഗശമനത്തിൻ്റെ താക്കോൽ. ഈ ദിക്റാണ് വിവാഹം നടക്കാനുള്ള താക്കോൽ. ഈ ദിക്റാണ് സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ താക്കോൽ. ഈ ദിക്റാണ് ജോലി ശരിയാകുന്നതിൻ്റെ താക്കോൽ. ഇതിനൊക്കെ താക്കോലായി പ്രവർത്തിക്കുന്ന അത്ഭുതം നിറഞ്ഞ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ ഇന്ന് പരിശുദ്ധമായ റമളാനിലെ ആദ്യത്തെ രാവ് കടന്നു വരുമ്പോഴേ നിങ്ങൾ ധാരാളം തവണ, പറ്റുവാണെങ്കിൽ ഒരു 100 തവണയെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഏത് ബോധ്യത്തിൽ? എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല റബ്ബ്, എൻ്റെ പ്രശ്നങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ അല്ലാ. നിങ്ങൾ സാമ്പത്തികമായി തകരൂല കേട്ടോ, നിങ്ങൾ ഈമാനികമായി തകരൂല. രോഗം മാറുമെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ രോഗം മാത്രമല്ല, അതായത് നമ്മുടെ കൽബിയായ രോഗങ്ങളൊക്കെ ഉണ്ട്, അതടക്കം മാറ്റാൻ ഈ ദിക്ർ മതി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് ഈ ദിക്ർ ചൊല്ലിയാൽ ഇന്നത്തെ രാവ് നിങ്ങൾക്ക് അടിപൊളിയാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരിലേക്കും ഇതെത്തിച്ചു കൊടുക്കണം കേട്ടോ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ റമദാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഹത്തം തീർക്കണം. ഇന്നലെ നമ്മൾ മജ്ലിസിലൊക്കെ ഉണർത്തിയിരുന്നു. പിന്നെ ഇന്ന് 7:15 ഇന്നത്തെ മജ്ലിസ്. നാളെ മുതൽ നമുക്ക് ടൈം മാറ്റാം കേട്ടോ. അപ്പോൾ കൃത്യം 7:15 ഇന്നത്തെ മജ്ലിസിൽ പങ്കെടുക്കണം. റമദാനിലെ ആദ്യത്തെ രാവിലെ മജ്ലിസല്ലേ, നമുക്ക് മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് പൊട്ടിക്കറിഞ്ഞ് ദ്വാരക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഖത്തം ഓതണം. എനിക്ക് തോന്നുന്നു 313 ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എല്ലാവരും ഓരോ ഖത്തമങ്ങ് ഏറ്റെടുക്കുക. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് 27-ാം രാവിന് മനസ്സറിഞ്ഞ് ദ്വാരക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഈ മാസത്തെ വിജയി ആരാണെന്നൊന്ന് നോക്കണം. 11,000 രൂപ ആർക്കാണെന്ന് നോക്കാം. ബിസ്മില്ലാഹ്. ഇവിടെ അഡ്മിൻസ് ഒന്ന് സ്പീഡാക്കിയേ. ഷിബ്ലി, മാഷാ അല്ലാഹ്, ഷിബ്ലി ഇമാം ഷിബ്ലി റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ട് അല്ലേ. ഷിബ്ലി എന്ന് പറയുന്ന സഹോദരനാണ് ഈ മാസത്തെ 11,000 രൂപ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ താഴെ കാണുന്ന രണ്ടാമത്തെ നമ്പർ 3116 എന്ന നമ്പറിലേക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്ത കമൻറ്റ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? നമുക്ക് വാട്സപ്പ് ചെയ്ത് തരണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഗൂഗിൾ പേയിൽ പൈസ വന്നെത്തുന്നതായിരിക്കും. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ.
അപ്പോൾ നിങ്ങൾ സങ്കടപ്പെടേണ്ട, ഇനിയിപ്പോൾ വരാൻ കിടക്കല്ലേ. ഇനിയിപ്പോൾ നമ്മൾ റമദാനിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 33,333 രൂപ സമ്മാനമായിട്ട് കൊടുക്കാനാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഈ വീഡിയോ മുഴുവനായി കാണുക, എല്ലാ ദിവസവും ബാഹുലറിൽ പങ്കെടുക്കുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു അർഹരായവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ ഈ സമ്മാനം കിട്ടിയ ആളുകളെ ഇതിന് അർഹരല്ല, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ, നമുക്കത് മറ്റൊരാൾക്ക് മാറ്റി കൊടുക്കാം ഇല്ലേ, അങ്ങനെയും ചെയ്യാമല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. അപ്പോൾ 33,333 രൂപയ്ക്കുള്ള ഇന്നത്തെ സമ്മാനത്തിനുള്ള ചോദ്യം ഇതാണ്. പരിശുദ്ധമായ റമളാൻ മാസം അല്ലേ, റമളാൻ നോമ്പ് പിടിക്കുന്നവർക്ക് 2 സന്തോഷങ്ങളുണ്ട്. ഒന്ന് എപ്പോഴാണ്? നല്ല നോമ്പ് തുറക്കണ സമയത്ത്, നല്ല വെള്ളം നല്ല ജ്യൂസ് കിട്ടിയാൽ ഭയങ്കര സന്തോഷമായിരിക്കും. രണ്ടാമതൊരു സന്തോഷം കൂടെ അവരെ കാത്തിരിപ്പുണ്ട്. എപ്പോഴാണത്? എല്ലാവരും കമൻറ്റ് ചെയ്യുമല്ലോ, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം. ചാനൽ അടിപൊളിയാക്കി എടുക്കണം ഇൻഷാ അല്ലാഹ്, എല്ലാവരും കൂടെ ഉണ്ടാകണം. നമുക്ക് ഇൽമിൻ്റെ ബഹറാക്കി മാറ്റണം. അല്ലാഹു റബ്ബുൽ ആലമീൻ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ദുആ വസിയ്യത്തുകളുണ്ട്, എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാകട്ടെ. ടെൻഷൻ ഫ്രീ ആയ ലൈഫ് ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു സഹോദരി, അവരുടെ ചെറിയ കുട്ടി കണ്ണിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, സർജറി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. കണ്ണൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടിയിട്ട് കുഞ്ഞിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നി. 20% എന്തോ കാഴ്ചക്കുറവ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണ്ണ ശിഫ കൊടുക്കട്ടെ. റഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ അല്ലാ. ഇതിൻ്റെ മിസ്ല് സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടുത്തെ മദദ് നൽകണേ അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം അകറ്റണേ അല്ലാ. യാ റബ്ബന, ഈ പരിശുദ്ധ റമളാൻ അനുകൂലമാകുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമതകളെല്ലാം നീ അകറ്റണേ അല്ലാ. ഒരുപാട് സങ്കടങ്ങളുണ്ട്, എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ തമ്പുരാനെ. കരുണക്കടലായ റബ്ബേ, മക്കളെ നന്നാക്കണേ അല്ലാ. ഒരുപാട് കുട്ടികൾ എക്സാം എഴുതുന്നുണ്ട്, ലാ ഹൗലയുടെ ബറക്കത്ത് കൊണ്ട് ഉന്നത വിജയം നൽകണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, രോഗബാധിതരുണ്ട്, പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാ. കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. ഇണകളെ നന്നാക്കണേ അല്ലാ. കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ വെളിച്ചമാക്കണേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളടക്കം ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് പ്രായം ചെന്ന ഉമ്മമാരുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളാരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. പരിശുദ്ധ ഭൂമി കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.